ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. ഒരു പക്ഷേ ഇറച്ചിയോളം തന്നെ പ്രാധാന്യമുള്ളതാണ് വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം. അവർക്കിപ്പോൾ നമ്മൾ നോൺ വെജിറ്റേറിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് മീറ്റ്, പലതരം ഇറച്ചി, മീനൊക്കെ കഴിക്കാൻ ഇഷ്ടം എന്ന് പറയുന്ന പോലെ വെജിറ്റേറിയൻ ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടാണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. ഒരു പക്ഷേ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ പനീർ ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞ് വരുന്നൊരു കാര്യമാണ് മഷ്റൂംസ്. പിന്നെ മഷ്റൂംസ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ചാൽ ആവണമെന്നില്ല. കാര്യം എനിക്ക് മഷ്റൂം അത്ര ഇഷ്ടമല്ല. എങ്കിലും മഷ്റൂം ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് ചുറ്റും. പിന്നെ അത് വളരെ പോഷകപ്രദമാണ്. ഒരുപാട് മാംസ്യവും മറ്റു കാര്യങ്ങളും ധാരാളമായിട്ട് വൈറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുന്ന കാര്യം തന്നെയാണ് മഷ്റൂം. ഇപ്പോൾ നാട്ടിൽ മഷ്റൂമിൻ്റെ കൃഷി തന്നെയുണ്ട്. പല രീതിയിൽ ആധുനികമായ രീതിയിലുള്ള കൃഷി സംവിധാനങ്ങളുണ്ട്. വീട്ടമ്മമാർ അതൊരു കുടിൽ വ്യവസായം പോലെ നടത്തുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മളുടെ ആവശ്യത്തിനുള്ള മഷ്റൂംസ് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ്സിലും വാങ്ങാൻ കിട്ടും. എന്തായാലും നല്ല മഷ്റൂം കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. കൂട്ടത്തിലൊരു സ്പെഷ്യലായിട്ട് ഇതൊരു നാടൻ രീതിയിൽ നമ്മൾ മഷ്റൂമിനെ റെഡിയാക്കാൻ പോവാണ്, ഒരു വിഭവമാക്കി മാറ്റുന്നു. ഇത് മഷ്റൂം പീര. അതെങ്ങനെ ഉണ്ടാവും? അപ്പോൾ മഷ്റൂമിനെ പീര വറ്റിക്കാൻ പോവാണ്. അപ്പോൾ കൂണുണ്ട്. മഷ്റൂം എന്ന് പറഞ്ഞാൽ കൂണാണ്. കൂൺ പീരയാണ് നമ്മളുടെ ഐറ്റം. ഈ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഷ്റൂംസ് 400 ഗ്രാം കഷ്ണങ്ങളായി മുറിച്ചത്, കൊടംപുളി 2 ചെറിയ കഷ്ണം, കറിവേപ്പില 2 തണ്ട്, ഉപ്പ് ആവശ്യത്തിന്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ ചിരകിയത് 1/2 കപ്പ്, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, വെളുത്തുള്ളി 2 അല്ലി, വെള്ളം 1/2 കപ്പ്, ചെറിയ ഉള്ളി 6 എണ്ണം, ഇഞ്ചി 1 ചെറിയ കഷ്ണം, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്കിനി മഷ്റൂം പീര തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ മഷ്റൂം പീരയ്ക്ക് വേണ്ട ആദ്യം നമ്മളൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന മഷ്റൂം അല്ലെങ്കിൽ കൂണ് ബട്ടൺ മഷ്റൂം എന്ന് പറഞ്ഞൊരു കൂണാണ്. ശരിക്കും ഇങ്ങനെ ഒരു കൂണിൻ്റെ ആകൃതിയിൽ നമ്മുടെ മനസ്സിലുള്ളൊരു കൂൺ എങ്ങനെയാണ് ആ ഷേപ്പിൽ കിട്ടുന്ന ബട്ടൺ മഷ്റൂം, അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കഷ്ണങ്ങളായിട്ട് ഒരുപാട് ചെറുതാക്കണമെന്നില്ല. കാര്യം ഒരു മഷ്റൂമിനെ 4 ആയിട്ട്, ഒരുപാട് വലുതാണെങ്കിൽ 6 ആക്കാം, ഒരു മീഡിയം സൈസ് ആണെങ്കിൽ 4 ആയിട്ട് മുറിക്കുക. കാരണം ഇത് ചുരുങ്ങി കഴിയുമ്പോൾ ധാരാളം വെള്ളമുള്ള കാര്യമാണ്, ചുരുങ്ങും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. പിന്നെ ഇത് ഓയിസ്റ്റർ മഷ്റൂം, അതായത് നല്ല പാൽ ചിപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിപ്പിക്കൂൺ എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അതാണെങ്കിലും കുഴപ്പമില്ല. എന്താണെങ്കിലും നല്ല ഇനം മഷ്റൂം. അപ്പോൾ ആദ്യം അരപ്പിന് ഇതിപ്പോൾ 400 ഗ്രാം കൂണാണ് നമ്മൾ എടുക്കുന്നത് മഷ്റൂംസ്. ഇപ്പോൾ ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ, അതിനോടൊപ്പം 2-3 കാര്യങ്ങൾ. അപ്പോൾ ഇതൊരു പീരയാണ്, അപ്പോൾ അതുകൊണ്ട് ചതച്ചാണ് എടുക്കുന്നത്. അതിനോടൊപ്പം ഒരു 3 പച്ചമുളക്, പിന്നെന്താ വേണ്ടേ, 1 കഷ്ണം ഇഞ്ചി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, കൊച്ചുള്ളി, പിന്നെ ഒരല്പം ജീരകം, ഒരു 1/2 ടീസ്പൂണോളം, 1/2 തികച്ച് വേണമെന്നില്ല, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 വരെ. ജീരകത്തിൻ്റെ ടേസ്റ്റ് എത്ര ഇഷ്ടം അതനുസരിച്ച്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലി, ചെറിയ അല്ലി വെളുത്തുള്ളി 2 എണ്ണം. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചാക്കി ഒന്ന് ചതച്ച് ഒരല്പം കൂടി ചതയ്ക്കാന്ന് പറയുമ്പോൾ തോരൻ്റെ ഭാഗമാണ്. അതിനെക്കാട്ടിലും ഒരു ചതക്കലാണ് തോരനെങ്കിൽ ഇത് 2 ചതക്കലാകാം. തോരന് വേണ്ടി നമ്മൾ എങ്ങനെ ചതയ്ക്കുന്നോ അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ ഒന്ന് ചതയണം. ഇതാണ് നമ്മളുടെ പീരയ്ക്ക് വേണ്ട അരപ്പ്. ഇത് 1/2 കപ്പ് ചെറിയ തേങ്ങയും, 3 പച്ചമുളക്, 2 ചെറിയ അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂണോളം ജീരകം, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് ചെറിയ ഉള്ളിയുണ്ട്, 5-6 ചെറിയ ഉള്ളി. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒരു പാത്രത്തിലേക്ക് നമ്മളുടെ കൂണ് മഷ്റൂം കഷ്ണങ്ങളാക്കിയതും, അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന അരപ്പ്, അതിനോടൊപ്പം നമ്മൾ കൊടംപുളി ഒരു 2 കഷ്ണം, 2 ചെറിയ കഷ്ണം കൊടംപുളിയും കൂടി ചേർക്കും. കൊടംപുളി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സാധാരണ പുളിയല്ല, കൊടംപുളി, പിഴിയുന്ന പുളിയല്ല, ഇത് കൊടംപുളി. ഇത്രയും കാര്യങ്ങൾ. കറിവേപ്പില, കുറച്ച് ഉപ്പും, അതിനോടൊപ്പം കുറച്ച് വെള്ളം, ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് യോജിപ്പിക്കാം. ഒരു 1/4 കപ്പോളം വെള്ളം, 1 കപ്പ് വരെ ആകാം നോക്കിയിട്ട്. കാര്യം എന്തായാലും ഈ കൂണിൽ നിന്നും വെള്ളം ഇറങ്ങും. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമ്മൾ ഇത്ര ഒഴിച്ചാൽ മതി. എന്നിട്ട് അടുപ്പ് കത്തിച്ചു കൊടുക്കാം.
പാത്രം ഒന്ന് അടച്ചിടാം. അപ്പോൾ ഇത് വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ. ഇപ്പം നമ്മളുടെ മഷ്റൂം പീര ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. അടപ്പ് മാറ്റി നോക്കാം. ഏകദേശം എല്ലാ കഷ്ണങ്ങളൊക്കെ വെന്ത് ചുരുങ്ങി കഴിഞ്ഞു. അരപ്പൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നു. ഒരു മീൻ പീര പോലെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല വെജിറ്റേറിയൻസിന് പറ്റിയൊരു പീരയാണിത്, മഷ്റൂം പീര. പിന്നെ ഒന്നും ചെയ്യാനില്ല, ഇച്ചിരി കൂടെ വേണമെങ്കിലും ഒന്ന് പറ്റിക്കാം. പക്ഷേ ഇരുന്നൊന്നും പറ്റുമല്ലോ. ഇച്ചിരി വെളിച്ചെണ്ണ, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കും. അല്പം 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പുളിയെല്ലാം ആവശ്യത്തിന് ഇറങ്ങിയിട്ടുണ്ട്, ഉപ്പെല്ലാം ആവശ്യത്തിനുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ മഷ്റൂം പീര അല്ലെങ്കിൽ കൂൺ പീര ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് എത്രത്തോളം വേണമെങ്കിലും നമുക്ക് പറ്റിക്കാം. പിന്നെ അരപ്പിൻ്റെ കാര്യമാണെങ്കിൽ ഞാനിപ്പോൾ 1/2 കപ്പ് തേങ്ങാപ്പീരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അര എന്നുള്ളത് 1/4 കപ്പ് വരെ ആകാം, കുഴപ്പമില്ല. കാര്യം തേങ്ങയുടെ സ്വാദ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ആകാം. 400 ഗ്രാം കൂണ് ഉണ്ടെങ്കിലും വെന്ത് കഴിയുമ്പോൾ അത് ചുരുങ്ങില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങയുടെ അളവ് ഇച്ചിരി കുറച്ച്. പക്ഷേ ഇച്ചിരി കൂടെ ആയാലും കുഴപ്പമില്ല, പൊതിഞ്ഞ്. പിന്നെ കുറച്ചുകൂടി അരപ്പ് വേണമെന്നുള്ളവർക്ക് 1 കപ്പ് തേങ്ങ വരെ എടുക്കാം. പിന്നെ അത് പച്ചമുളകിൻ്റെ അളവൊക്കെ 1 വെച്ച് എക്സ്ട്രാ കൂട്ടിയാൽ മതി. 3 4 ആക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ ഇത്രയും തന്നെ ആവശ്യമുള്ളൂ. ഏകദേശം ഒരു 1/4 കപ്പോളം തേങ്ങ ചിരകിയത്. പിന്നെ ഒരുപാട് അരിഞ്ഞു പോയത് അതിൻ്റെ ചതച്ച ഇച്ചിരി ഒരു ചതക്കലും കൂടി അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ഇങ്ങനെ പീര ഇങ്ങനെ കാണാൻ സാധിക്കണം. അപ്പോൾ ചതയ്ക്കുമ്പോഴും പീര കറക്റ്റായിട്ട് ചതച്ചെടുക്കണം. അതിൻ്റെ അരപ്പെടുക്കുമ്പോൾ ഒന്ന് ചതച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ചതയ്ക്കുക. ഒരുപാട് അരിഞ്ഞു പോകരുത്. ആ പീര നമ്മൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കണം. പിന്നെ നല്ല മണവും ആ പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ശരിക്കും ഒരു നെത്തോലി പീര എല്ലാം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മണം തന്നെ കിട്ടും. പക്ഷേ മഷ്റൂം പീരയാണ്, അതുകൊണ്ട് വെജിറ്റേറിയൻസിന് ധൈര്യമായിട്ട് കഴിക്കാം, നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മൾക്ക് എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ് ഈന്തപ്പഴം അച്ചാർ. അത് ഉണ്ടാക്കി സൂക്ഷിച്ചാൽ കുറേ ദിവസം കേടാകാണ്ടിരിക്കും. നമ്മൾക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ്. അപ്പോൾ തയ്യാറാക്കാൻ പറ്റും, അത് തയ്യാറാക്കി നോക്കുക. രണ്ടാമത് കാണിച്ചത് മഷ്റൂം കൊണ്ടുള്ളൊരു പീര, മഷ്റൂം പീര. അതും വളരെ നല്ല വിഭവമാണ്. വെജിറ്റേറിയൻസിന് പ്രത്യേകിച്ചും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ്, എന്നാൽ നോൺ വെജിറ്റേറിയൻസിന് ഇഷ്ടം. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവിലൂടെ കാണാം.